പോപ്പ് ഫ്രാൻസിസിൻ്റെ വിയോഗം പെട്ടെന്ന് ഇന്ന് രാവിലെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഷോക്ക് പോലെയായിപ്പോയി. കാരണം ഈസ്റ്റർ ദിനത്തിൽ ഞാൻ പോപ്പിൻ്റെ പോപ്പിൻ്റെ ഇതിലുള്ള ആശീർവാദമൊക്കെ സ്വീകരിക്കാൻ അതിന് ഞാൻ ഓൺലൈനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്ര പെട്ടെന്ന് പോകുന്നു. കാരണം പെട്ടെന്ന് മരിക്കും അങ്ങനെയുള്ളൊരു സിംറ്റം ഒന്നും എനിക്ക് തോന്നിയില്ല. കുറച്ച് നാളും കൂടെ ജീവിച്ചിരിക്കുമെന്നാണ് വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് പോയി, സങ്കടമായിപ്പോയി. എന്താ പറയുക, പക്ഷേ പോപ്പ് ഭയങ്കര ഭാഗ്യവാനാണ്. ദൈവം ഉദ്ധിതനായ ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് അങ്ങനെയൊരു മരണം, നല്ലൊരു മരണമാണ്. എനിക്കതാ പറയാനുള്ളത്. പോപ്പ് ഒത്തിരി അനുഗ്രഹം കിട്ടിയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഒരു നല്ലൊരു ദിവസം മരിക്കാൻ സാധിച്ചത്. എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകും. കാരണം എന്നാന്ന് വെച്ചാൽ ഒരു പ്രത്യേക അധികം നാളിങ്ങനെ ഭയങ്കരമായിട്ട് വലിഞ്ഞില്ല. പെട്ടെന്ന് ദൈവം തൻ്റെ അഭിഷിക്തനെ വേഗം ഭൂമിയിൽ നിന്ന് ദൈവം സ്വർഗാരോഹണം ദൈവം ഉയർത്തെഴുന്നേറ്റ് ആ ദിവസങ്ങളിൽ തന്നെ തൻ്റെ അനുയായിയും കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ. എന്തായാലും പോപ്പ് ഭാഗ്യവാനാണ്. പക്ഷേ പോപ്പിന് നമുക്ക് നഷ്ടമായെന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം നല്ലൊരു പോപ്പായിരുന്നു. എപ്പോഴും എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നത്, എപ്പോഴും ചിരിച്ച മുഖവും ഒക്കെ മാത്രമുള്ളൊരു പോപ്പ്. എനിക്ക് കേട്ടപ്പോൾ സങ്കടമായിപ്പോയി. എന്നാലും പോപ്പിനെ സംബന്ധിച്ച് പോപ്പിന് സന്തോഷമുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ അടുത്തായിരിക്കുക എന്ന് പറഞ്ഞാൽ. ഈ ഭൂമിയിലേക്കാൾ എത്രയോ സുന്ദരമാണല്ലേ സ്വർഗത്തിലെത്തുക എന്നുള്ളത്. എന്തായാലും പോപ്പിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുമല്ല, എന്താ പറയുക, നമുക്ക് കത്തോലിക്ക സഭയുടെ നമുക്ക് ഒരു നല്ലൊരു ലീഡറിനെ, ഒരു നായകന് നഷ്ടമായി. പക്ഷേ നമുക്ക് പുതിയൊരു നായകൻ, കത്തോലിക്ക സഭയെ നയിക്കുന്ന ആൾ, നല്ലൊരു ദൈവചൈതന്യം, ദൈവത്തിൻ്റെ തീരുമാനത്തിലും ഒരു നല്ലൊരു ലീഡറിനെ കിട്ടാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.